ബീട്രൂട്ടൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേങ്കിലേ ഈ രുചിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എന്നാ വായോ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കനം കുറച്ചിട്ടേ നീളത്തിലങ്ങ് അരിഞ്ഞെടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണേ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഇതുപോലെ അങ്ങ് പിച്ചി അങ്ങ് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അധികം വേണ്ട കേട്ടോ. എന്നിട്ട് ഇതേ ഈ പരുവത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് പെറുക്കി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടേ നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കോരുന്നതിൻ്റെ മുൻപായിട്ട് കുറച്ചുകൂടെ കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല ക്രഞ്ചിയായി കിലുങ്ങുന്നൊരു പരുവം വരും. ആ സമയം വരെ നമ്മളിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതും കൂടെ ആണ്. ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.